Hey guys, welcome back to the channel. It's me, Homo sapien. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടറിയാൻ പറ്റും നമ്മുടെ RX-135 സാക്ഷാൽ RX-135 5 സ്പീഡ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നൈസായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. RX അപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം നേരം റോഡിലൊന്നും ചുറ്റിക്കറങ്ങി നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പോട്ട് പിടിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ RX-നെ പറ്റിയും, പിന്നെ RX-നെ പറ്റി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്നതാണ്, എന്നാൽ പോലും RX-നെ പറ്റിയും, പിന്നെ ഈ വണ്ടിയിൽ ഒരുപാട് മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്നും ആണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം യൂസ് ചെയ്യുന്ന ടേംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവാതെ വരുവാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമ്മുടെ RX-100 ശേഷം 1997 മുതൽ 2005 വരെയാണ് നമ്മുടെ ഈ RX-135 ഇറങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ പൊല്യൂഷൻ്റെ കാരണത്താൽ നമ്മുടെ ഈ ടോ സ്ട്രോക്ക് വണ്ടികളെല്ലാം നിർത്തലാക്കിയതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ RX-ഉം നിർത്തലാക്കി. എന്നാൽ ഇപ്പോഴും യുവാക്കളുടെ മനസ്സിൽ ഇന്നും ഒരു ഹരം തന്നെയാണ്. അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ വണ്ടിയുടെ സൗണ്ടും വണ്ടിയുടെ പവറുമാണ്. ഒരു രക്ഷയില്ലാത്ത പവറാണ് ഈ വണ്ടിയുടേത്. വണ്ടി നമ്മുടെ യമഹ മോട്ടോർ കമ്പനി ആണെങ്കിൽ പോലും യമഹ എസ്കോർട്സ് ലിമിറ്റഡ് എന്ന് പറയുന്നവരാണ് ഈ വണ്ടി 135 എന്ന മോഡൽ പുറത്തിറക്കിയത്. കൂടാതെ വണ്ടിയുടെ വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറും 95 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പിന്നെ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മളെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, ബാക്കിൽ സ്വിങ്ങമാണ്, പിന്നെ രണ്ട് ഫ്രണ്ടും ബാക്കും നമ്മുടെ ഡ്രം ബ്രേക്സ് ആണ് പഴയ മോഡൽ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ബേസിക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. അവസാനം ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം ആയിട്ട് അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വണ്ടിയിൽ ഹെഡ്ലൈറ്റ് തന്നെ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റാണ് നോർമൽ സ്റ്റോക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഒരു റെട്രോ ലുക്കാണ് മൊത്തത്തിൽ തരുന്നത് നമുക്ക്. കൂടാതെ തന്നെ യമഹയുടെ റെട്രോ ലുക്ക് വരുന്നൊരു വണ്ടി ഇറങ്ങാൻ പോകുന്ന ഒരുപാട് നാളായിട്ട് ഒരു ഗോസിപ്പുണ്ട്. RX ഇറങ്ങുന്നതായിട്ടും ഗോസിപ്പുകൾ കേൾക്കാറുണ്ട്. സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ സൈഡ് പറയുകയാണെങ്കിൽ 2 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിനാണ്. ഇതിൻ്റെ PHP വന്നിട്ട് 11 PHP ആണ് 4 സ്പീഡിന്. ഇത് 5 സ്പീഡ് മോഡലാണ്. ഇതിന് വരുന്നത് 14 PHP ആണ് ഇതിൻ്റെ പവർ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ റീഡ് വാൾവ്, ഗ്യാസോലിൻ 7 പോർട്ട് ടോർക്ക് ഇൻഡക്ഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 765 mm ആണ് ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത് വണ്ടിയുടെ. കൂടാതെ തന്നെ ഒരു ഫ്ലാറ്റ് സീറ്റാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.5 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി. ആയിട്ട് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ് നമ്മളെ വണ്ടിയുടെ ഫ്യൂൽ എക്കോണമി വന്നിട്ട് 35 മുതൽ 50 വരെയാണ് ഇതിൻ്റെ കമ്പനി പറയുന്ന ഒരു മൈലേജ്. 2 സ്ട്രോക്ക് വണ്ടികളിൽ പോലെ ഇതിലും പെട്രോൾ പ്ലസ് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അതിൻ്റെ റേഷ്യോ വന്നിട്ട് 1 ലിറ്റർ പെട്രോളിന് 10 to 30 ml ആണ് ഓയിൽ. അതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ലൂബ്രിക്കേഷനാണ് മെയിൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് 4 സ്ട്രോക്കിൽ ഒഴിക്കുന്നില്ല 2 സ്ട്രോക്കിൽ ഒഴിക്കുന്നുണ്ട്, അതിൻ്റെ കാരണം എല്ലാം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യാം. ഇന്നും ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് 2 സ്ട്രോക്കിൽ നമ്മൾ പെട്രോളിൻ്റെ കൂടെ ഓയിൽ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീപ്പ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത്. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വണ്ടിയിൽ മെയിനായിട്ട് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് ഈ വണ്ടിയിൽ ചെയ്ത മോഡിഫിക്കേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ വേറെ പാർട്സ് വെച്ചിട്ടുള്ളതെന്നെല്ലാം നോക്കാം. അടുത്ത നമ്മൾ വണ്ടിയിലോട്ട് ഇരുന്ന് സംസാരിക്കാം. നമ്മൾ വണ്ടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇസഡിൻ്റെയാണ് കൺസോൾ ഇരിക്കുന്നത്. നമ്മുടെ 5 സ്പീഡ് സ്റ്റോക്ക് ഇതല്ല വരുന്നത്. നെക്സ്റ്റ് ഹാൻഡിൽ ബാറിലോട്ട് നോക്കിയാൽ നമുക്ക് പോസ് സ്വിച്ച് കാണാം, പിന്നെ ലൈറ്റ് ഓൺ ഓഫ് പാർട്ട് സ്വിച്ച് കാണാം, പിന്നെ കാണാവുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ബീം ലോ ബീം, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്,
പിന്നെ ഏറ്റവും അടിയിലായിട്ട് നമ്മളെ ചോക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വണ്ടിയിൽ നമുക്ക് ഈ ഒരു ചോക്ക് കാണാൻ പറ്റില്ല. ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ നമ്മൾ ആക്സിലേറ്റർ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ RX-115 അപ്പറാമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. കൺസോളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇസഡിൻ്റെയാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു മീറ്റർ ഗേജ് ഉണ്ട്, പിന്നെ 3 ഇൻഡിക്കേഷനാണുള്ളത്. ഹൈ ബീം, ന്യൂട്രൽ, ടേൺ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ 3 ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു RPM മീറ്റർ വരുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സാധാരണ വണ്ടികളിൽ Yamaha എന്നാണ്, ഇതിൽ എസ്കോർട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എസ്കോർട്സ് ലിമിറ്റഡ് ആണ് 135 ഇറക്കിയത്. നെക്സ്റ്റ് നമുക്ക് ഇനി മോഡിഫിക്കേഷനെ പറ്റി സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് എഞ്ചിനിൽ വന്ന മോഡിഫിക്കേഷൻസ് എന്തെല്ലാം നോക്കാം. 1983 ജപ്പാൻ മെയ്ഡ് RX-യുടെ എഞ്ചിൻ കവറാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. RX കിങ്ങിൻ്റെ കണക്റ്റിംഗ് കാർഡ് TKRG എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിയുടെ പിസ്റ്റൺ 1.25 പിസ്റ്റൺ ആണ് ഇതിലിട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നിലവിലുള്ള എക്സോസ്റ്റിൻ്റെ സ്റ്റോക്ക് അല്ല, ഇതിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇതിൽ ചേംബർ മോഡൽ ചെയ്ത ഒരു മൈസൂർ കേറ്റ് മോഡൽ എക്സോസ്റ്റാണ് ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ MRFൻ്റെ മോട്ടോഡി എന്ന് പറയുന്ന ടയറാണ് ബാക്കും ഫ്രണ്ടും. ബാക്കിലത്തെ വീൽ സൈസ് എന്ന് പറയുമ്പം ഫ്രണ്ടിലത്തെ അപേക്ഷിച്ച് ചെറുതാണ്. ജപ്പാൻ മെയ്ഡ് RX കിങ്ങിൻ്റെ ഫൈബർ പ്ലേറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇസഡിൻ്റെ ക്രാഷ് കാർഡാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്ക് 2 മഡ് ഫ്ലാപ്പ് നമ്മൾ RX കിങ്ങിൻ്റെയാണ്. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റാണ്, LED പോലത്തെ ഹെഡ്ലൈറ്റാണ് വരുന്നത്. സ്റ്റോക്ക് വരുന്നത് ഹാലജൻ ബൾബാണ്. ഈ ഒരു റൗണ്ട് ലൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു വണ്ടിയുടെ ലുക്ക് വരുന്നത്. നമ്മൾ ഇസഡിൽ വന്നിട്ട് സ്ക്വയർ ലൈറ്റാണ്. ഈ RX-100, 135 ഒരു റൗണ്ട് മോഡൽ ലൈറ്റാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് എയ്ഡും ടൂൾ കിറ്റെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് വരുന്നുണ്ട് നമ്മുടെ സൈഡ് കിറ്റിൻ്റെ താഴെയായിട്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു ചെറിയൊരു കേരിയറും വരുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ മെയ്ഡ് RX കിങ്ങിൻ്റെ BM26 എന്ന് പറയുന്ന ഒരു കാർബറേറ്ററാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ക് അസംബ്ലി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ RX-ൻ്റെ 115 ഡിസ്ക് അസംബ്ലിയാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിസ്തുഷിയുടെ സിംഗിൾ പിസ്റ്റൺ കാലിബർ, പിന്നെ ഉള്ളത് സൺസ്റ്റാറിൻ്റെ ഡിസ്ക് പ്ലേറ്റ്, പിന്നെ നമ്മളെ ബ്രംബോയുടെ കേബിൾ, പിന്നെ നമ്മുടെ ലിവേഴ്സ് 2 ലിവേഴ്സും പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, സിൽവർ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ RX-Zൻ്റെ ക്രാഷ് കാർഡാണ് വെച്ചിരിക്കുന്നത് ഇതിൽ. ആക്ച്വലി നമ്മളെ ഈ വണ്ടി RX-135 5 സ്പീഡ് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്, സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയും കാണാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ RX-ൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അധികം ഹിസ്റ്ററിപരമായിട്ടൊന്നും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ചെറിയൊരു സ്പെക്കും കാര്യങ്ങളും പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളും മാത്രമാണ് ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ആക്ച്വലി ഇത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ഒരു കോമഡി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇവിടെ വന്ന് എന്തിനു വന്നു ഏതിന് വന്നു എന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. സംഭവം വേറെ ഒന്നിനുമല്ല, വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അവർ വിചാരിച്ച് നമ്മുടെ കട്ടിങ് മെഷീൻ വെച്ചിട്ട് നമ്മളെ മരം മുറിക്കുകയാണ്, അതായത് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ച് കടത്തുവാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച്. അത്രയ്ക്കും വലിയൊരു സൗണ്ടാണ്, അതായത് റോഡിൽ നിന്ന് ആൾക്കാർ ഉള്ളിൽ കയറി വന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ വിളിക്കുക. അതുതന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ, ഇറ്റ്സ് മീ ഹോസപ്യ.